എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥാനായിക സീരിയലിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് നാരായണി ക്ഷേത്രത്തിലെത്തി തന്റെ ദേവിയോട് തന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പം ദേവി സമ്മതം മൂളുകയാണ് വെളിച്ചപ്പാടിന്റെ ആ ഒരു അരുളിപ്പാടോടുകൂടി തന്നെ. അങ്ങനെ നാരായണി അനൂപിന്റെ അരികിലെത്തി അനൂപിനോട് പറയുന്നുണ്ട്, അതെ ഡോക്ടറെ, എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ പൊന്നു നാരായണി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ദയവ് ചെയ്ത് നീ എന്നോട് അതൊന്ന് പറയ്. പിന്നെ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. ഇനി നിന്റെ പുറകെ നടക്കരുത് എന്നുള്ളൊരു കാര്യമാണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് അത് പറയരുതെന്ന് പറയുകയാണ്. അപ്പൊ നാരായണി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത്? എനിക്ക് ഡോക്ടറിനോടൊരു കാര്യം പറയാനുള്ളത്. അത് എനിക്ക് ഡോക്ടറിനെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ പറയുന്ന ആ ഒരു സമയത്താണെങ്കിലോ ഡോക്ടറിന്റെ മുഖത്ത് ഒരു എന്താ പറയാ, ഒരുപാട് ബൾബുകൾ ഒരുമിച്ച് തെളിയുന്ന ആ ഒരു വെട്ടമാണ് കേട്ടോ ഡോക്ടറിന്റെ മുഖത്തുള്ളത്. അങ്ങനെ അനൂപ് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാരായണി പറയുന്നത്. അപ്പൊ നാരായണിയോട് അനൂപ് പറയുന്നുണ്ട്, നാരായണി, ഞാൻ കേൾക്കുന്നത് സത്യം തന്നെയാണോ? നീ എന്നെ പറ്റിക്കുമൊന്നും അല്ലല്ലോ? ഡോക്ടറെ, ഈ നാരായണി കള്ളത്തരമൊന്നും പറയാറില്ല. പിന്നെ ഡോക്ടറിനെ പറ്റിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാനൊരു ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ കളരിക്കൽ അമ്മയോടും അനുവാദം വാങ്ങി. ഇനിയിപ്പോ ഡോക്ടർ ആഗ്രഹിക്കുന്നത് പോലെ ഡോക്ടറിന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും അനൂപിന്റെ മനസ്സങ്ങ് നിറഞ്ഞു. അനൂപ് അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എനിക്ക് സന്തോഷം കൊണ്ട് ഒരു രക്ഷയില്ല നാരായണി. ഈ ലോകം കീഴടക്കിയ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് ലഭിക്കുന്നതെന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോൾ നാരായണി പറയുന്നുണ്ട്, അതെ ഡോക്ടറെ, നമ്മള് ഇപ്പൊ ഈ സംസാരിച്ച കാര്യം അത് മറ്റൊരാൾ എന്തായാലും തൽക്കാലത്തേക്ക് അറിയണ്ട. പിന്നെ ഞാൻ ആവശ്യപ്പെടുന്ന ആ ഒരു സമയം ഡോക്ടറിന്റെ ആ ഒരു താലി അത് എന്റെ കഴുത്തിൽ കയറിയിരിക്കണം എന്നുള്ള കാര്യം നമ്മുടെ നാരായണി ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഡോക്ടറും പറയുന്നുണ്ട്, അതെ, അത് ഉറപ്പായിട്ടും ഉണ്ടാകും. നാരായണി ഡേറ്റ് വല്ലതും ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരായണി പറയുന്നുണ്ട്, ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഏത് നിമിഷവും അത് പ്രതീക്ഷിക്കാം. പിന്നെ ഡോക്ടറിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല, അത് ഡോക്ടറിന് അറിയാലോ. അതുകൊണ്ട് എങ്ങനെയാണ് അവരെതിർത്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഇനി എന്നെ വേണ്ടതെങ്ങാനും വെക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല നാരായണി, എൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. നാരായണിയെ പോലെയുള്ളൊരു പെൺകുട്ടി എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അത് എൻ്റെ വീട്ടുകാരെ വെറുപ്പിച്ചിട്ടാണെങ്കിലും നാരായണി ഇനി എൻ്റേത് മാത്രമാണ് എന്നും പറഞ്ഞ് നമ്മുടെ അനൂപ് അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണ്. അപ്പം ഈ സന്തോഷമൊക്കെ നമ്മുടെ അനൂപ് നേരെ വന്ന് ബാലമാമയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുഴുവനും കാര്യങ്ങളും ഒന്നും പറയുന്നില്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ നാരായണി ഒരു പൊടി സമ്മതമൊക്കെ മൂളിയതായിട്ടാണ് പറയുന്നത്. അപ്പം ബാലനാണെങ്കിലോ, എന്തായാലും കൊള്ളാം, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അനൂപും ബാലമാമനും കൂടി ഭാരതിയുടെയും ഡോക്ടർ അവന്റെ അച്ഛന്റെയും അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും എന്താണ് നിന്റെ മകനിതാ ഇന്ന് ഭയങ്കര സന്തോഷമാണ്, ഇനി ആ നാരായണി എങ്ങാനും കല്യാണത്തിന് സമ്മതം മൂളിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് ഭാരതി വരുമ്പം ഭാരതി പറയുന്നുണ്ട്, അതെ, എന്റെ മകൻ കല്യാണം കഴിക്കാതെ ഈ വീട്ടിൽ നിന്നാലും വേണ്ടിയില്ല, പക്ഷെ പഠിപ്പും വിവരവും ഒന്നും ഇല്ലാത്ത ഒരുത്തിയെ എന്റെ മരുമകളാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട പാടെ തന്നെ അവന്റെ അച്ഛനും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു ഭാരതി ആഗ്രഹിക്കുന്നത് പണവും സമ്പത്തും ഒന്നും അല്ല, പക്ഷെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാണ്. ഒരു കഴിവും ഇല്ലാത്ത ഒരുത്തിയെ എങ്ങനെയാണ് തന്റെ മരുമകളായിട്ട് അംഗീകരിക്കുക എന്നുള്ള കാര്യം ഈ ഡോക്ടറും കൂടെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അനൂപിന് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. ഭാരതി, ഞാനൊരു കാര്യം നിന്നോട് പറയാന്നും പറഞ്ഞ് നമ്മുടെ ബാലഗോപാലൻ പറയുന്നുണ്ട്, നാരായണി എങ്ങാനും നിന്റെ മകൻ വിളിച്ചുകൊണ്ട് വരിക എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കുകയൊന്നുമില്ല. അവൻ അത്യാവശ്യം നിന്നെയും നിന്റെ ഭർത്താവിനെയും ഒക്കെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്യാത്തത്. പിന്നെ നാരായണി അതിനൊരു സമ്മതം മൂളിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, കാര്യങ്ങൾ കൈവിട്ട് പോകും കേട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെതാ ഇങ്ങനത്തെ വർത്താനങ്ങളെല്ലാം ബാലമാമയുടെ അടുത്തുനിന്ന് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ഭാരതി പറയുന്നുണ്ട്, ബാല, നീ ഇനി അതിന് വല്ലം കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഈ ഭാരതിയും നീയും തമ്മിലുള്ള ബന്ധം അത് ഞാൻ മുന്നേ നിനക്ക് സൂചന തന്നിരുന്നു, പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, പിന്നെ ആ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അനൂപിന് വലിയ വിഷമമുണ്ട്. ഒരിക്കൽ പോലും തന്റെ അമ്മ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ബാലഗോപാലൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ ബാലഗോപാലൻ നേരെ ചെല്ലുന്നത് നാരായണിയുടെയും പപ്പന്റെയും മുന്നിലേക്കാണ്.
അപ്പൊ രണ്ടാളും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളുടെ മനസ്സ് മോളുടെ ആ ഒരു സ്വഭാവത്തിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പപ്പൻ ഇങ്ങനെ നമ്മുടെ നാരായണിയോട് സംസാരിക്കുമ്പം നാരായണി പറയുന്നുണ്ട്, ആ ദേവി കയറിയതിനു ശേഷം എനിക്കറിയില്ല അമ്പൂറ്റി മാമേ, എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ദേവി എന്നോടൊപ്പം എപ്പോഴും ഉള്ളതുപോലെയുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, സന്തോഷിക്കാനായിട്ട് എന്റെ അമ്മ ഉപയോഗിച്ചിരുന്ന ആ ഒരു സാധനങ്ങളെല്ലാം അമ്പൂറ്റി മാമ എനിക്ക് തന്നല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും പറഞ്ഞ് നാരായണിയും അമ്പൂറ്റി മാമനും കൂടി ചിരിച്ചു കളിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ബാലഗോപാലൻ ഇടക്ക് വരികയാണ്. ബാലഗോപാലൻ വന്ന പാടെ തന്നെ എന്താണ് അമ്മാവനും അനന്തരക്കാരത്തിയും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. നാരായണിയുടെ ഗൗരവ ഭാവം കണ്ടിട്ട് ബാലഗോപാലൻ ചോദിക്കുന്നുണ്ട്, നാരായണിയുടെ മുഖത്ത് എപ്പോഴും ദേഷ്യഭാവമാണല്ലോ, നാരായണിക്ക് എന്താ എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അമ്പൂറ്റി മാമയാണ് അതിന് മറുപടി പറയുന്നത്, എന്റെ മോൾക്ക് ചില ആൾക്കാരോട് എന്തൊക്കെയോ ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് അവൾ അവരെ കാണുമ്പോഴത്തേക്കിനും അവളുടെ ഉള്ളിലെ നീരസം അത് പ്രകടമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് എന്നോടും എന്തോ നീരസം ഉണ്ടല്ലോ, എന്താ നാരായണി എന്നോട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ബാലഗോപാലൻ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നാരായണി പറയുന്നുണ്ട്, എനിക്ക് എന്താ ഇപ്പൊ പ്രശ്നം, എനിക്ക് ഡോക്ടറിന്റെ മാമനോട് ഒരു പ്രശ്നവും ഇല്ലാന്നും പറഞ്ഞ് നാരായണി ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിക്കുകയാണ്. അപ്പം അനൂപാണെങ്കിലോ വീട്ടിൽ വന്ന പാടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ ഒരു സന്തോഷമൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി മോളെങ്ങാനും അവനെ കല്യാണം കഴിക്കാന്നെങ്ങാനും സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരായണല്ലോ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ നാരായണി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല, അനൂപാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്, അവൻ എന്തോ ഒരു സ്വർഗം കീഴടക്കിയത് പോലെയാണ്. നാരായണി ഇന്ന് അവനോട് സംസാരിച്ചു എന്നും പറഞ്ഞാണ് ആ ഒരു സന്തോഷം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്കിനും നാരായണി ഇങ്ങനെ മനസ്സിലാലോചിക്കുക കേട്ടോ, ചേട്ടാ ഈ ഡോക്ടറിനോട് പറഞ്ഞതാണ് വേറെ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന്, പക്ഷെ അയാൾ എല്ലാവരോടും പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു ബാലഗോപാലൻ പറയുന്നുണ്ട്, എന്തായാലും മോളുടെയും അനൂപിന്റെയും കല്യാണം അത് താമസിക്കാതെ തന്നെ നടത്തണം, അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ബാലമാമ മുന്നിട്ട് നിന്ന് ചെയ്തു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ പോയതും നമ്മുടെ പപ്പനാണെങ്കിൽ നാരായണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അയാൾ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അമ്പൂറ്റിമാമ അറിയാതെ മോള് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നാരായണി പറയുന്നുണ്ട്, ഇല്ല അമ്പൂറ്റിമാമേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു കുറ്റബോധത്തോടു കൂടി നാരായണി നിൽക്കുകയാണ്. അമ്പൂറ്റിമാമനോട് കള്ളത്തരം പറഞ്ഞതാണല്ലോ, ആ ഒരു സങ്കടം നമ്മുടെ നാരായണിയുടെ മുഖത്തുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ നാരായണി നമ്മുടെ ഡോക്ടറിനെ വിളിക്കുകയാണ്. ഡോക്ടറിനോട് പറയുന്നു, ഞാൻ ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന്. ഇന്നിപ്പം ഡോക്ടറിന്റെ അമ്മാവൻ ഞങ്ങളെ വഴിയിൽ തടഞ്ഞു വെച്ചു. അതുമല്ല എന്റെ കൂടെ അമ്പൂറ്റിമാമയും ഉണ്ടായിരുന്നു. അമ്പൂറ്റിമാമ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അറിയാലോ, നമ്മുടെ കല്യാണം നടക്കുന്നത് വരെ നമ്മൾ രണ്ടാളും മാത്രമേ ഈ ഒരു രഹസ്യം അറിയാവുള്ളൂ, വേറൊരാളോടും ഇതൊന്നും സംസാരിക്കണ്ടെന്നും പറഞ്ഞ നാരായണി അനൂപിനെ വിലക്കുകയാണ്. അപ്പം അനൂപ് പറയുന്നുണ്ട്, നാരായണി നീ എന്നോട് ആ ഒരു കാര്യം പറഞ്ഞപ്പം ഈ ലോകം കീഴടക്കിയൊരു സന്തോഷമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു സന്തോഷത്തിൽ ചിലപ്പോൾ ബാലമാമയ്ക്ക് തോന്നിയതായിരിക്കും. എന്താണെങ്കിലും ഇനി ഈ കാര്യം മറ്റാരും അറിയരുത് എന്നും പറഞ്ഞ് അനൂപിനെ ശാസിക്കുകയാണ് നാരായണി. അപ്പം ഇതാണ് ഇന്നത്തെ കഥ കേട്ടോ. കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു നല്ല വിഷു ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്